പക്ഷെ ആ സീൻസ് ഇനിയിപ്പോ തമിഴിൽ ഹിറ്റ് ആയതുകൊണ്ട് ആൾക്കാർ ശ്രദ്ധിച്ചു തുടങ്ങിയതാണോ അതോ നമ്മുടെ തന്നെ കഴിവാണോ എന്താന്ന് അറിഞ്ഞൂടാ. പക്ഷെ ആ 5-6 സീൻസ് വെച്ച് തന്നെ ഒരുപാട് ഫാൻ പേജസും ഒരുപാട് എന്താ ഇവരെ ഭയങ്കര ഇഷ്ടമാണ് എന്നുള്ളത് അപ്പോഴും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയും. ആകെ നമ്മൾ അത്ര കാരണം ഈ ഇത്രയും ദിവസം അഭിനയിക്കുമ്പോൾ നമ്മൾ അറിയില്ല ഈ സീൻസ് അതിന്റെ ഇടയ്ക്ക് ഒരു ദിവസം അഭിനയിക്കും, പിന്നെ ചിലപ്പോൾ കുറെ ദിവസം കഴിഞ്ഞിട്ട് അഭിനയിക്കും, അങ്ങനെ പോവും. നമുക്ക് അറിയില്ല നമ്മൾ ഇത്രയും അഭിനയിച്ചു എന്ന്. അപ്പൊ അത്ര സീൻസ് ചെയ്തിട്ട് പോലും ഇങ്ങനെ ഫാൻ പേജസ് കാണുമ്പോൾ നമ്മൾ ശരിക്കും വണ്ടർ അടിച്ചിട്ടുണ്ട്. നമ്മൾ ഇത്രയല്ലേ ചെയ്തുള്ളൂ, എന്നിട്ടും എങ്ങനെ ഇത്രയും പേര് നമ്മളെ സ്നേഹിക്കുന്നതെന്ന് തോന്നിയിട്ടുണ്ട്. ഞാൻ കുറച്ച് കാര്യങ്ങൾ ചോദിക്കാം. ഈ സാന്ത്വനത്തിൽ ഏറ്റവും അധികം അരി പെറുക്കിയ ഒരു സീനൊക്കെ ഉണ്ടോ? അല്ല, ഞാൻ ഏറ്റവും കൂടുതൽ അരി പെറുക്കിയത് ഫസ്റ്റ് ഷോട്ട് ആയിരുന്നു. കാരണം ഞാൻ ഇതിന് മുന്നേ കബനി എന്ന് പറഞ്ഞ സീരിയൽ ചെയ്തിട്ടുണ്ട്, സാന്ത്വനത്തിന്റെ തൊട്ട് മുന്നേ. അപ്പൊ അതിലെങ്ങനെയാ വെച്ചാൽ ഭയങ്കര പാവം അങ്ങനത്തെ ഒരു ഹീറോയിൻ ആയിരുന്നു. പാവം, കരഞ്ഞോണ്ടിരിക്കും. എന്റെ അനിയത്തിയാണ് എന്റെ ഫ്രണ്ടായിട്ട് ചെയ്തത്. അവളായിരുന്നു പിന്നെ ബോൾഡായിട്ട് എനിക്ക് വേണ്ടി സംസാരിക്കുക, അങ്ങനത്തെ ഒരു ക്യാരക്ടർ എന്റെ അനിയത്തിയാണ് ചെയ്തത്. ആ ക്യാരക്ടർ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ ലോക്ക്ഡൌൺ വന്നു, എന്നിട്ടാണ് ഈ സീരിയൽ തുടങ്ങിയത്. അപ്പൊ എന്റെ ഫസ്റ്റ് ഷോട്ട് ഒന്നുമില്ല, ഡയലോഗും ഇല്ല, ഒന്നുമില്ല. അമ്മ വിളിക്കുമ്പോൾ ഞാനിങ്ങനെ ഒരു വീടിന്റെ ഒരു ഇതിലൂടെ പാസേജിലൂടെ നടന്ന് പുറത്തേക്ക് എന്താ അമ്മയെന്ന് ചോദിച്ചുകൊണ്ട് നടക്കണം. എനിക്ക് എത്ര നടന്നിട്ടും ശരിയാവുന്നില്ല. കാരണം നമ്മൾ കബനി സ്റ്റൈലിലാണ് നമ്മൾ നടക്കുന്നത്. അപ്പൊ ഇതെന്താ ക്യാരക്ടർ നമുക്ക് അങ്ങനെ ക്യാച്ച് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ നമുക്കും അറിയില്ലല്ലോ, അവിടെ ഒരുപാട് ടെക്നിക്കൽ ഇഷ്യൂസും ഉണ്ടായിരുന്നു, ഫോക്കസിന്റെ പ്രശ്നം, ക്യാമറ പ്രോബ്ലം. പക്ഷെ നമ്മൾ വിചാരിക്കുക നമ്മുടെ തെറ്റാന്നല്ലേ വിചാരിക്കുക. ഞാനും ഓരോ പ്രാവശ്യം നടന്നു പോകുമ്പോഴും ഞാനിങ്ങനെ ഡൗൺ ആയി 15 ടേക്ക് എന്തോ പോയി ആ നടന്നു പോകുന്നതില്. 15 ടേക്ക് എന്തോ പോയി. അപ്പൊ എന്റെ അനിയത്തി അവിടെ നിൽക്കുന്നുണ്ട്. അപ്പൊ ഞാൻ വിട്ടു, എനിക്ക് പറ്റില്ല, ഞാൻ പോവും, എനിക്ക് പറ്റുന്നില്ല. കാരണം ഓൾറെഡി ഒരു കുട്ടീനെ മാറ്റിയിട്ടാണ് എന്നെ കാസ്റ്റ് ചെയ്തത്. അപ്പൊ ഇനി ഞാൻ ശരിയാവത്തോണ്ട് എന്നെ മാറ്റുമെന്നുള്ള പേടി ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്നു. സത്യം, എനിക്ക് നടക്കാം, അതിന് പോലും എനിക്ക് അറിയില്ലേ, എനിക്ക് ഈ പണി പറ്റില്ലേന്ന് വരെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ സാറിനോട് ചോദിച്ചു, സാർ ഓക്കെ ആണോ? അപ്പൊ സാർ ആ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ നമുക്ക് അറിയില്ലല്ലോ നമ്മൾ ചെയ്യുന്നത് ഓക്കെ ആണോ, അന്ന് പരിചയമില്ല ആരുമായിട്ട്. എന്നിട്ട് ആ ഷോട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഡയലോഗ് പറയുന്ന സീനായിരുന്നു ഉണ്ടായിരുന്നത്. അത് ഞാൻ എങ്ങനെയൊക്കെയോ ചെയ്തു. പിന്നെ എൻ്റെ അച്ഛനായിട്ട് അഭിനയിക്കുന്ന യതിയങ്കിൾ, ഞാൻ ഡാഡി കൂളിനെ വിളിക്കാം, യതിയങ്കിളാണ് എൻ്റെ അടുത്ത് ഫസ്റ്റ് ടൈം പറഞ്ഞ, മോള് നന്നായിട്ട് ചെയ്യുന്നുണ്ടല്ലോ, മോളുടെ മോഡുലേഷൻ കൊള്ളാലോ, ഡബിങ്ങും ചെയ്യട്ടോ എന്ന്. അന്ന് എന്റെ കണ്ണ് നിറഞ്ഞു. കാരണം നമ്മൾ ഇത്രയധികം ടെൻഷൻ അടിച്ചിട്ട് ശരിക്കും എന്റെ കണ്ണ് നിറഞ്ഞു. ഒരാള് വന്നിട്ട് നമ്മളടുത്ത് നന്നായിണ്ട് എന്ന് പറഞ്ഞപ്പോ ഞാൻ ശരിക്കും താങ്ക് യു എന്ന് പറഞ്ഞിട്ട് എനിക്ക് ശരിക്കും കണ്ണ് നിറഞ്ഞു. എനിക്ക് നന്നായി പറയണമെന്നുണ്ട്. കാര്യം ആ സമയത്ത് ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് അതിന് മുന്നേ ഒരു ഫ്ലാഷ് ബാക്ക് ഉണ്ടായിരുന്നു. ഫ്ലാഷ് ബാക്ക് ആദ്യം ലൊക്കേഷനിൽ വന്ന സമയത്ത് ഇങ്ങനെ ഇങ്ങനെ ഒരു കുട്ടി വന്നിട്ടുണ്ട്, അജലിന്റെ ക്യാരക്ടർ. നീ പോയി ആ കുട്ടിയുടെ ഹെയർ റെഡി ആക്കിയിട്ട് നീ 2 സ്റ്റിൽസ് എടുത്തോണ്ട് വരാൻ പറഞ്ഞു. ഞാനിങ്ങനെ കുട്ടിയെ കണ്ടപ്പോഴത്തേക്ക് ഓക്കെ നല്ല കുട്ടി, ഞാൻ ഫോട്ടോ എടുത്ത് ഓക്കെ പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ആദ്യ സാറിനെ കൊണ്ട് കൊടുത്തു. അങ്ങനെ സാറൊക്കെ കണ്ടു. പിന്നെ അങ്ങനെ അഭിനയിക്കാനുള്ള രീതിയിലൊക്കെ വന്നു. അപ്പൊ ആ സമയത്ത് ഈ ഷോട്ട് എടുക്കുന്ന സമയത്തിന് ആദ്യ സാറിന്റെ അടുത്ത് ഞാൻ ഇരിക്കാം. അപ്പം ഞാനിങ്ങനെ നോക്കുന്നുണ്ട് ഇങ്ങനെ. കാര്യം എന്റെ മനസ്സിൽ ഇങ്ങനെ ഇല്ല, എന്നെക്കാളും മൂത്തതാന്ന് പോലും എനിക്ക് അറിയില്ല ആ സമയത്ത്. അപ്പൊ ആദ്യ സാർ ഇങ്ങനെ വിളിച്ചിട്ട്, ഗോപിക ഇത് അച്ചു എന്റെ അസിസ്റ്റന്റ് ആണ്, അവനാണ് നിന്റെ അനിയന്റെ ക്യാരക്ടർ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇതേപോലെ എന്റെ അടുത്തും പറഞ്ഞു, അതെ ഇത് നിന്റെ ചേച്ചിയാണ് കേട്ടോ. അപ്പോഴാണ് ഓക്കെ. പിന്നെ അതിനുശേഷം പുള്ളിക്കാരി തെറ്റിച്ചാലും നമുക്ക് വിഷയമില്ലല്ലോ, ചേച്ചി എന്തായിരുന്നാലും കുഴപ്പമില്ല. ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഒന്ന് സപ്പോർട്ട് ചെയ്ത്. എന്നിട്ട് അത് മാത്രമല്ല, ഞങ്ങൾ പ്രൊമോഷൻ ചെയ്യുമ്പോഴത്തേക്കും ഞാനും സഞ്ജയനും ഗിരീഷേട്ടനും ഉണ്ടായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ ആ കുട്ടിയുടെ പേരെന്താ, ഗോപിക. നല്ല കുട്ടിയല്ലേ, നിന്നെ ഇനി എന്റെ വേർഷൻ കേൾക്കണേ. ഞാൻ ഫസ്റ്റ് ഡേ ഷൂട്ടിന് പോയപ്പോ ഞങ്ങളുടെ ഒരു കസിൻ ഉണ്ട്, ആ കസിനെ പോലെ ഇരിക്കുന്നുണ്ട് ഇവനെ കാണാൻ. അപ്പൊ മിട്ടു എന്റെ അനിയത്തി പറഞ്ഞു, നോക്ക് ആ ചേട്ടനെ കാണാൻ നമ്മുടെ മറ്റേ കസിൻ മിഥുനെ പോലെ ഇല്ലേ എന്നൊക്കെ ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ശരിയാണല്ലോ. പിന്നെ എനിക്ക് ഇവനെ കാണുമ്പോഴേക്കും ഒരു അതായത് എനിക്കിങ്ങനെ വീട്ടിൽ കൊണ്ട് വളർത്താൻ തോന്നിട്ടുണ്ട്. എനിക്ക് അങ്ങനത്തെ ഫീൽ ആയിരുന്നു. എനിക്ക് ഇവന്റെ അടുത്ത് അങ്ങനത്തെ ഫീൽ ആയിരുന്നു, ഒരു അനിയൻ കുഞ്ഞനിയൻ അങ്ങനത്തെ ഫീൽ ആയിരുന്നു. പിന്നെ കുറെ കഴിഞ്ഞിട്ടാണ് അവൻ ഈ കഥ എന്റെ അടുത്ത് പറയുന്നത്. ഫൈറ്റ് ഒക്കെ ഉണ്ടാവില്ല, ഫൈറ്റ് വെച്ചാൽ അങ്ങനെയല്ല, വാക്കുവാദങ്ങൾ ഉണ്ടാവില്ല പലപ്പോഴും ആ വീട്ടില്, ഡയലോഗ് പറഞ്ഞ് തല്ലുകൂടുമല്ലോ. ഈ സമയത്തൊക്കെ അരി പെറുക്കിയ സന്ദർഭം ഉണ്ടോ?
അരി അങ്ങനെ ഇല്ല, അങ്ങനെ അരി വറക്കേണ്ട ഇത് വന്നിട്ടില്ല. എന്തായിരുന്നു ടഫ് ചെയ്യാൻ അതിനകത്ത് സാന്ദ്രത്തിന്? റൊമാൻസോ? അങ്ങനെ എല്ലാം ഗൈഡ് ചെയ്തിട്ട് ചെയ്യുന്നത് നമുക്ക് പറഞ്ഞു തരും നന്നായിട്ട്, വ്യക്തമായിട്ട് പുള്ളിക്കാരൻ ഐഡിയ ഉണ്ടോ, ഇത് ചെയ്താൽ മതി, ചില സമയത്ത് ചെയ്തും കാണിച്ചു കൊടുക്കും. അത്രയും ഇതായിട്ട്. മറ്റൊരു കാര്യം എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പൊ ഈ റേഡിയോയിലൊക്കെ ഷോ ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം, ഞാൻ റേഡിയോയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ സമയത്ത് നമ്മള് ഞാൻ 2017 ചെയ്യുന്നത്. അപ്പൊ ഈ റേഡിയോ ശരിക്കും ആൾക്കാർ കേൾക്കുന്നുണ്ടോ, റേഡിയോ ഇപ്പോൾ റെലവെന്റ് ആണോ എന്നുള്ള സംശയങ്ങളുണ്ടായിരുന്നു. പക്ഷെ റേഡിയോയ്ക്ക് ഒരു ഓഡിയൻസ് ഉണ്ട്, എല്ലാ കാലത്തും ഉണ്ട്. അതുപോലെ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഈ ഇൻഡസ്ട്രിക്ക് വരുന്നതിനൊക്കെ മുമ്പ് ഇത് ആളുകൾ കാണുമോ, അല്ലെങ്കിൽ ഇതിന് വലിയൊരു ഓഡിയൻസ് ഉണ്ടോ, അങ്ങനെ തോന്നിയ സന്ദർഭം ഉണ്ടോ? ഇല്ല, ഒരിക്കലും വിചാരിച്ചിട്ടില്ല. ഇത്രയും ഈ നമ്മുടെ സാധനം ഇത്ര ഹിറ്റാവുന്നും, അല്ല അതിലെ കഥാപാത്രങ്ങളും ഇത്രയും ആൾക്കാർക്ക് ഇഷ്ടാവുന്ന സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. ഇങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടായിരുന്നോ? നിങ്ങൾ ട്രോളാനും കളിയാക്കാനും വേണ്ടിയിട്ടാണ് കണ്ടു തുടങ്ങിയത്, പക്ഷെ പിന്നെ ഫാനായി പോയി, അങ്ങനെ പറഞ്ഞ ആളുകളുണ്ടോ? കുറെ ആൾക്കാർ ഇങ്ങനെ എന്തെങ്കിലും ഷോർട്സ് ഒക്കെ കണ്ടിട്ട് സീരിയൽ കാണാൻ തുടങ്ങിയിട്ട് അങ്ങനെ ഇഷ്ടമായിട്ട് കണ്ട് ഇൻസ്റ്റാഗ്രാമിലെ എഡിറ്റ്സ് കണ്ടിട്ടും, പിന്നെ ഒരുപാട് നല്ല നല്ല ട്രോൾസും ഉണ്ട്, നമ്മളെ വെച്ചിട്ട് കുറെ ട്രോൾസും ഉണ്ട്. പക്ഷെ അങ്ങനെ നമുക്ക് അങ്ങനെ ഹേർട്ട് ആവുന്ന ട്രോൾസ് ഒന്നുമില്ല. എല്ലാം നമുക്ക് ട്രോള് മോശമായിട്ടുള്ള ട്രോളുകളൊന്നും ഉണ്ടായിരുന്നില്ല, നല്ല സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള ട്രോളുകളെ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ സീരിയൽസ് കണ്ടിട്ടില്ലെങ്കിലും ട്രോൾസ് മാത്രം കണ്ടിട്ടുള്ള ആൾക്കാരും ഉണ്ടായിട്ടുണ്ട്. പിന്നെ അധികം ഈ പയ്യന്മാര്, നമ്മള് ഷൂട്ടൊക്കെ രാത്രി 12 മണി 12:30 ഷൂട്ട് ചെയ്യുമ്പം ഒരു ദിവസം നോക്കുമ്പോൾ ഒരു വലിയ ക്രൗഡ്, കുറേ പയ്യന്മാര് നോക്കുമ്പോൾ തൊട്ടടുത്തൊരു മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന പിള്ളേരാണ് ഷൂട്ട് കാണാൻ വന്നു. ലൈക്ക് ആ ഒരു ഏജിലുള്ള സിനിമയുടെ ഷൂട്ട് കാണാൻ വരുന്ന. അതുപോലെ നമ്മള് വഴിയിലൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ ചില ചേട്ടന്മാര്, പെണ്ണുങ്ങളാണ് സാധാരണ സീരിയലിന്റെ ഷൂട്ടൊക്കെ നോക്കി നിൽക്കുക, പക്ഷെ ആണുങ്ങളും അവിടെ വണ്ടി നിർത്തിയിട്ട് നോക്കി നിൽക്കുക, അങ്ങനത്തെ അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇവർ രണ്ടുപേരും മറ്റേ ഗോപുരം വീട്ടിലേക്ക് വിളിച്ചോ? ചേട്ടൻ ഓൾറെഡി വന്നു, ഞാൻ ഇന്ന് വിളിച്ചിട്ടുണ്ട്, ഇന്ന് വരും എന്ന് പറഞ്ഞു. ഗംഭീരമായിട്ടുണ്ട് അതിന്റെ ഡിസൈൻ, ഓരോ വാളിന് പോലും കൊടുത്തിട്ടുള്ള തീമൊക്കെ നൈസ്. അല്ല, ഈ ഒരു ഷോർട്ട് ഫിലിം എപ്പോൾ റിലീസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഈ മാസം 22-ാം തീയതി തന്നെ റിലീസ് ചെയ്യണം, ഇല്ലെങ്കിൽ റിലീസ് ചെയ്തില്ലെങ്കിൽ പ്രൊഡ്യൂസർ നിതിൻചേട്ടൻ തന്നെ കൊല്ലും. നിതിൻചേട്ടനാണ് ഇതിന്റെ പ്രൊഡ്യൂസർ. കാര്യം ഈ വർക്ക് ഞാൻ ആദ്യം എഴുതിയിട്ട് ആദ്യം ഒരു ചെറിയൊരു പ്രൊഡക്ഷൻ ടീമിന്റെ അടുത്ത് ചെയ്യാനായിരുന്നു പ്ലാൻ, പക്ഷെ അത് നടന്നില്ല. പിന്നെ അതിന് ശേഷം ഈ പറഞ്ഞ കുറെ നടന്നു. അപ്പോഴാണ് നിതിൻചേട്ടൻ അപ്പൊ നിതിൻചേട്ടൻ വന്നപ്പോഴാണ് വർക്ക് ശരിക്കും ഓണായതും പുള്ളിയുടെ ആ ഒരു രീതിയിലാണ് ഫുള്ള് പോകുന്നത്. അപ്പൊ ഈ മാസം എന്തായാലും ഇറക്കില്ലെങ്കിൽ പുള്ളി അതില് പോലീസ് ഓഫീസറാണ്, അതുകൊണ്ട് താടി എടുത്തത് നന്നായി. അത് ലാസ്റ്റ് സ്റ്റേജിൽ അങ്ങനെ ആയത്. കാര്യം ആദ്യം നമ്മള് ഈ സാധനം സീരിയൽ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഷൂട്ട് ചെയ്യാനായിരുന്നു പ്ലാൻ. അപ്പോ താടി വെച്ചിട്ട് തന്നെ, താടി പഠിക്കാൻ ബുദ്ധിമുട്ടാണല്ലോ, അപ്പൊ താടി വെച്ചിട്ട് തന്നെ ചെയ്യാന്നായിരുന്നു. പിന്നെ ലാസ്റ്റ് സ്റ്റേജിലാണ് ഇങ്ങനെ ഒരു പോലീസുകാരനാണ്, അപ്പൊ പോലീസുകാരനെ ആക്കിയത് കഥാപാത്രത്തിന്. പറയുന്ന പോലെ പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരു ഇതൊക്കെ ലാസ്റ്റ് സ്റ്റേജിലാണ് വരുന്നത്. ഏകദേശം എനിക്ക് തോന്നുന്നു ഇതില് നന്നായിട്ട് തോന്നുന്നതെല്ലാം ഏറ്റവും ലാസ്റ്റ് വന്ന കാര്യങ്ങളാണ്. ആദ്യത്തെ സീക്വൻസ് വന്ന് കയറുന്നത് ഉൾപ്പെടെ സീക്വൻസുകളെല്ലാം ലാസ്റ്റ് ആണ് ഉണ്ടായത്. അപ്പൊ അങ്ങനെ പോലീസുകാരനെ ആക്കിയപ്പോ പിന്നെ സീരിയൽ കഴിഞ്ഞല്ലോ. പിന്നെ ഈ GP ഇതിന്റെ എത്രമാത്രം ഭാഗങ്ങൾ കണ്ടിട്ടുണ്ട്? ഇപ്പൊ ഷൂട്ടില്ല, ഞാൻ ഫുൾ അയച്ചു കൊടുത്തില്ല. കാര്യം എനിക്കിത് ഓരോ പ്രാവശ്യം കാണുമ്പോൾ ഇതിൽ ഓരോ മിസ്റ്റേക്കുകൾ കണ്ടുപിടിക്കും. പ്രത്യേകിച്ച് GP ചേട്ടൻ അയച്ചു കൊടുക്കുമ്പോഴത്തേക്കും ഏറ്റവും ബെറ്റർ ആയിട്ട് അയച്ചു കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ പുള്ളി അത് പറയും, എല്ലാം എടുത്ത് പറയടാ, ഇത് ഇങ്ങനെ പ്രശ്നം ഉണ്ടല്ലോ, അതിങ്ങനെ ഉണ്ടല്ലോ എന്നൊക്കെ പുള്ളി കറക്റ്റ് ആയിട്ട് ഒപ്പീനിയൻ പറയും. ഫൈനൽ കട്ട് എടുക്കുന്നുണ്ട് 2 ദിവസം കഴിഞ്ഞിട്ട്. അപ്പൊ അത് അയച്ചു കൊടുക്കും. ഇപ്പൊ ഞാൻ കണ്ടത് ഫൈനൽ അല്ലേ, ഇനിയും ഉണ്ടോ? ഞങ്ങൾ പോളിഷ് ചെയ്ത് അല്ല, അച്ഛന് ഒരു സംഭവം, അവന് സിനിമ ഡയറക്ഷൻ എന്ന് പറഞ്ഞ പ്രാന്താണ്, അത്രയും ആഗ്രഹമാണ്. അപ്പൊ എന്തായാലും മോശമാക്കാൻ, ഒരു തരി പോലും മോശമാക്കാൻ ഇങ്ങനെ ഓരോ പ്രാവശ്യം കാണുമ്പോഴും ഇതിലിങ്ങനെ എന്തെങ്കിലുമൊക്കെ സൗണ്ടിലും അവിടെ എവിടെയൊക്കെ ഇങ്ങനെ ഇത് തോന്നും. അപ്പൊ അതിങ്ങനെ അവൻ ഈ സീരിയലിൽ കാണുന്ന കണ്ണൻ കുഞ്ഞനിയനൊന്നും അല്ല. അവൻ ഈ കാര്യത്തിൽ ഭയങ്കര സീരിയസും ഭയങ്കര നമ്മുടെ അടുത്ത് കഥ പറയുമ്പോൾ തന്നെ നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റും. എല്ലാവരും കഥ പറയുമ്പോൾ നമുക്കത് തോന്നാറില്ല, പക്ഷെ ഇവൻ കഥ പറയുമ്പോൾ നമുക്ക് ശരിക്കും അത് വിഷ്വലി നമ്മുടെ രീതിയിൽ, നമ്മൾ ചില ബുക്കൊക്കെ വായിക്കുമ്പോൾ നമ്മൾ കാണില്ല, അതുപോലെ ശരിക്കും അപ്പൊ തന്നെ അവന്റെ ഉള്ളിലെ ആ ഒരു ഫയർ നമുക്ക് ഫീൽ ചെയ്യാം. അവൻ കഥ പറയുമ്പോൾ അവന്റെ കണ്ണിലെ എക്സൈറ്റ്മെന്റ് ഒക്കെ ഗോപിക GP, ഈ G&G കപ്പിൾ ഉണ്ടല്ലോ, ഇതിന് ആളുകൾ വളരെയധികം സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. ഈ ബോളിവുഡിലൊക്കെയുള്ള ഈ പവർ കപ്പിൾ അല്ലെങ്കിൽ ഹാപ്പി കപ്പിളൊക്കെ പല ആളുകൾ ഇതിനെ നല്ല രീതിയിൽ ഏറ്റെടുക്കുന്നുണ്ട്. നിങ്ങളെ രണ്ടുപേരെയും ഒരുമിച്ചൊക്കെയാണ് പല ബ്രാൻഡുകളും എൻഡോസ് ചെയ്യാനൊക്കെ വിളിക്കുന്നത്. ഇത് ഒരു റെസ്പോൺസിബിലിറ്റി ആയിട്ട്, അല്ലെങ്കിൽ നിങ്ങളെ ഒരു എക്സാമ്പിളൊക്കെ ആയിട്ട് കാണുന്ന ആളുകളുണ്ട്. ശരിക്കും
ഈ ഒരു ബോണ്ട് അല്ലെങ്കിൽ ഒരു രണ്ട് കമ്പാനിയൻസ് ഒരുമിച്ച് പോകാൻ വേണ്ടിയിട്ട് എന്ത് വേണമെന്ന് ഇപ്പൊ മനസ്സിലായത് ഇത്രയും ജീവിച്ചിട്ട്? ഫ്രണ്ട്സിനെ പോലെ ആയാൽ മതി എന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. രണ്ടുപേർക്കും ഒരേപോലത്തെ ഈക്വാലിറ്റി, ഫ്രീഡം, ട്രസ്റ്റ്, അല്ലെങ്കിൽ എന്താ പറയാ, നമുക്ക് എന്തും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം. ഒരു ഫ്രണ്ട്സ് തമ്മിൽ എങ്ങനെയാണോ അതുപോലെ ഉണ്ടായാൽ മതി എന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇപ്പൊ ഞങ്ങൾ തമ്മിലുള്ള ഏജ് ഡിഫറൻസോ അല്ലെങ്കിൽ അതൊന്നും വ്യത്യാസങ്ങളുണ്ടല്ലോ ഞങ്ങൾ തമ്മിൽ ശരിക്കും പറഞ്ഞ 7 years ഡിഫറൻസ് ഉണ്ട്. അതുപോലെ സ്വഭാവം രണ്ട് പോലെയാ. ലൈക്ക് ഞങ്ങൾ തമ്മിൽ ഒരു സിമിലാരിറ്റീസും ഇല്ല, ഒരു കാര്യങ്ങളിലും ഒരു സിമിലാരിറ്റീസും ഇല്ല. പക്ഷേ ഒരു കുഴപ്പമില്ലാണ്ട് അങ്ങനെ പോകുന്നുണ്ട്. കല്യാണം കഴിക്കാൻ ഇനി പോകുന്ന ആൾക്കാരോട് നീ ഇപ്പൊ കല്യാണം നീ ഇപ്പൊ കുട്ടിയാ. എത്ര വയസ്സുണ്ട് അച്ഛന്? എത്ര വയസ്സ് തോന്നുന്നു? ഞാൻ ഇതേ കാര്യം അങ്ങോട്ട് ചോദിക്കാൻ എടാ കൂട്ടി പറഞ്ഞ നാണക്കേടാണ്, വേഗം പറഞ്ഞോ. 26. 28. ആ ഓക്കെ, അപ്പൊ നമ്മൾ സെയിം പറയാം. ശരി, ഞാൻ ശരിക്കും സജിന് എത്ര വയസ്സുണ്ട്? എനിക്ക് എത്ര വയസ്സ് തോന്നിക്കും? നിങ്ങൾ വിളിച്ചു വരുത്തിട്ട് വയസ്സൊക്കെ ചോദിച്ചിട്ട് എനിക്ക് സിനിമ അതെ. അല്ല അങ്ങനെയൊന്നുമില്ല. അല്ല, എനിക്ക് 34, 35. ഓക്കെ, നൈസ്. അല്ല ഞാൻ നല്ല സത്യമാഷ് 41ാമത്തെ വയസ്സിലാണ് ആദ്യത്തെ സിനിമ കിട്ടുന്നത്. അതിനു മുമ്പേ നിങ്ങൾക്ക് സിനിമ കിട്ടട്ടെ. എല്ലാവരുടെയും സിനിമാ സ്വപ്നങ്ങൾ സാധ്യമാവട്ടെ. എന്തെങ്കിലും സാധ്യതയുണ്ടെങ്കിൽ ഈ ശിവാഞ്ജലി കപ്പിളിനെ ഏതെങ്കിലും രീതിയിൽ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതെ, അങ്ങനത്തെ സിനിമകളൊക്കെ വന്നിട്ടുണ്ടോ നിങ്ങളുടെ കപ്പിളിനെ വെച്ചിട്ട്? ഒരു ഫീച്ചർ ഫിലിം ഒക്കെ അങ്ങനെയൊന്നും വന്നിട്ടില്ല. എന്തായാലും അങ്ങനെയും കൂടി ആളുകൾക്ക് ഐഡിയ തോന്നട്ടെ. പെണ്ണിന് ഇഷ്ടമായോ 22ാം തീയതി മുതൽ സ്ട്രീം ചെയ്യും. ചാനൽ ഏതാ? ചാനൽ അച്ചു സുഗന്ധ് ഒഫീഷ്യൽ. അച്ചു സുഗന്ധ് ഒഫീഷ്യൽ എന്നുള്ള അതിലുള്ളതല്ല ഈ സാധനത്തിന്റെ ആൾക്കാരാണ്. സാധനമുള്ള സമയത്തൊക്കെ ചെറിയ വ്ളോഗുകളൊക്കെ ഇവരുമായിട്ട് അതൊക്കെ. അപ്പൊ അങ്ങനെ അതിലുള്ളത് എല്ലാ ഓഡിയൻസും ഇവര് തന്നെയാണ്. അപ്പൊ അതിൽ തന്നെ 22ാം തീയതി വൈകിട്ട് 5:30 എല്ലാ ഓഡിയൻസും ശിവാഞ്ജലിയുടെ ഫാൻസും എല്ലാവരും അത് കാണട്ടെ. നിങ്ങളുടെ ഉള്ളിലെ റിയൽ ആക്ടേഴ്സിന്, അതായത് സീരിയൽ അഭിനയം അല്ലാത്തത് കുറച്ച് കാര്യങ്ങളും കൂടി അതിൽ ചെയ്തിട്ടുണ്ടല്ലോ. അത് ഞാൻ പറഞ്ഞാൽ സ്പോയിലർ ആയി പോകും. അതും കൂടി ആളുകൾക്ക് ഒരു സർപ്രൈസിങ് എലമെന്റ് ആവട്ടെ. 3 നേരത്തിന് ഒരുപാട് നമസ്കാരം. താങ്ക് യു.